ഹായ് ഗായ്സ്, അപ്പം നമ്മളിന്ന് നാരങ്ങ വെള്ളയച്ചാർ ഇടാൻ പോവാണ്. അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നാരങ്ങ നമ്മളെല്ലാം ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 കിലോളം നാരങ്ങയുണ്ട്. ഇനി നമ്മൾ ആ നാരങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു പാത്രത്തോളമൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, കടുക്, അതുപോലെ തന്നെ വിനാഗിരി. ഇത്രയൊക്കെയാണ് നമുക്ക് അതിനകത്ത് ഇടാനായിട്ട് ആവശ്യം. പിന്നെ വെളിച്ചെണ്ണ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ക്യാപ്പ് ഒന്ന് അടച്ചതിന് ശേഷം നമുക്ക് ആ പാൻ ഒന്ന് ചൂടായി വരണം. ആ പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ചൂടാവുന്ന അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇടുന്നതിന് മുമ്പ് നമുക്ക് എണ്ണയൊന്ന് ചൂടായി വരണം. അതിലേക്ക് നമ്മളിനി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുക് നമ്മൾ 2 കിലോ നാരങ്ങയ്ക്ക് 2 ടീസ്പൂൺ കടുക് എന്ന അളവിനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിനി ഒന്ന് പൊട്ടിയൊക്കെ വരണം, ഇതുപോലെ പൊട്ടി വരണം. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി നല്ലൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മൂത്ത് വരുമെന്ന് വെച്ചാൽ റെഡിഷ് കളർ അത്രയൊക്കെ ആവണം. അത്രയാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ നാരങ്ങ അച്ചാറിനായിട്ട് ഇട്ട ഈ ഒരു വെളുത്തുള്ളി ഒരു ചുമന്ന കളർ, അത്രയ്ക്കൊക്കെ ചുമക്കണ്ടെന്ന് വാടി വരണം. മൂത്ത് മൂപ്പിക്കുന്ന സമയത്തേക്ക് അതിലേക്ക് മുളക് ആഡ് ചെയ്യാം. മുളക് ഇപ്പം കാന്താരിയാണ് ആഡ് ചെയ്യുന്നത്. കാന്താരി നമ്മളിപ്പോൾ ഒരു 3 ടൈപ്പ് കാന്താരി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഇച്ചിരി വലുതും കുറച്ച് പച്ച കളർ, നല്ല പച്ച കളറുള്ള ഒരു പച്ചമുളകിനൊക്കെ അടിയിലൊക്കെ ഉള്ള ഒരു കാന്താരിയും വയലറ്റ് കളറുള്ള ഒരു കാന്താരിയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തേച്ചെടുക്കാം. ഇത് നമുക്ക് ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നാരങ്ങാച്ചാർ രീതിയാണ്. ഈ നാരങ്ങാച്ചാർ ഇടുന്നതിലേക്ക് നമ്മളിനിയിപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2-3 കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മൾ എത്ര നാരങ്ങ എടുക്കുന്നോ അത്രയും രീതിക്കാണ് നമ്മൾ ഇടുന്നത്. ഇപ്പം ഞാൻ എടുത്ത നാരങ്ങയുടെ അളവിനാണ് ഞാൻ എല്ലാം ചേർക്കുന്നത്. നല്ലൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത്രയൊക്കെ ചെയ്യുന്നില്ല ഗൈസ്, നിങ്ങളെല്ലാവരും എനിക്ക് ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗൈസ്. എല്ലാവരും ഇത്രയൊക്കെയല്ലേ ചോദിക്കുന്നുള്ളൂ. ഇതുപോലുള്ള പല പല വീഡിയോസ് ഇനിയും വരുന്നതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ആ വീഡിയോസിൽ എന്നാണ് നിങ്ങൾ നെയിം മീറ്റിംഗ് ചലഞ്ചാണോ ഏതാ വേണമെന്ന് വെച്ചാൽ അതിൻ്റെ പേര് കമൻറ്റ് ചെയ്യും. ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. മുളക് തവന്ന് വെന്ത് വരുന്നുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നാരങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. നാരങ്ങയും കൂടെ ആഡ് ചെയ്ത് നമ്മളിനി ആ നാരങ്ങയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതാണ് ആ നാരങ്ങയുടെ നീര്. നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്ന ആ സാധനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള നീരാണ് കേട്ടോ. നമ്മളിനി അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. നല്ലതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു നല്ല കണ്ടെയ്നറിലേക്ക് വെക്കാൻ വേണ്ടി ഇതിൽ വിനാഗിരി നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മളിതൊന്ന് നല്ല വെന്ത് വരുന്ന ചൂടാറിയതിന് ശേഷം നല്ല